Hello മക്കളെ, അപ്പോൾ നമ്മളുടെ SSLC ബയോളജിയിലെ സെക്കൻഡ് ചാപ്റ്ററാണ് വിൻഡോസ് ഓഫ് നോളജ് അല്ലെങ്കിൽ അറിവിൻ്റെ വാതായനങ്ങൾ. അപ്പോൾ ഈ ചാപ്റ്റർ നമുക്കിത് പെട്ടെന്നൊരു 10 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ എക്സാമിന് വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ഓടിച്ച് ഓർത്തെടുത്ത് പോകാം. ഓക്കെ, ഈ ഭാഗങ്ങളെല്ലാം തന്നെ എക്സാമിന് ചോദിക്കുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ എൻ്റെ മക്കൾ ശ്രദ്ധിച്ചിരിക്കുക ആൻഡ് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. കാരണം ഈ ഒരു 10 മിനിറ്റ് മതി നമുക്ക് ഈ കംപ്ലീറ്റ് ചാപ്റ്റർ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് ഇത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി മനസ്സിലായി എന്നുണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക കേട്ടോ. ഇനി നമ്മളിതേ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ പറയുന്നത് നമ്മളുടെ ശരീരത്തിലുള്ള കുറച്ച് റിസെപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രാഹികളാണ്. അപ്പോൾ നമ്മളുടെ കണ്ണിലാണെങ്കിൽ ഫോട്ടോ റിസെപ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രകാശഗ്രാഹികളുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രകാശത്തിന് റിസീവ് ചെയ്യാൻ. ആൻഡ് ചെവിയിലാണെങ്കിൽ നമുക്ക് ഫോണോ റിസെപ്റ്റേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ശ്രവണഗ്രാഹികളുണ്ട്. ആൻഡ് നമ്മളുടെ ടങ്ങിലാണെങ്കിൽ നമുക്ക് എന്തുണ്ട്? ടേസ്റ്റ് റിസെപ്റ്റേഴ്സ് അല്ലെങ്കിൽ രാസഗ്രാഹികളുണ്ട്, കീമോ റിസെപ്റ്റേഴ്സ് ഉണ്ട്. നമ്മളുടെ സ്കിന്നിൽ നമ്മളുടെ ത്വക്കിലാണെങ്കിൽ നമുക്ക് ടച്ച് റിസെപ്റ്റേഴ്സ് ഉണ്ട്, സ്പർശനം അറിയാൻ വേണ്ടിയിട്ടുള്ള ഗ്രാഹികൾ. ആൻഡ് നമ്മളുടെ മൂക്കിലാണെങ്കിൽ ഓൾ ഫാക്ടറി റിസെപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗന്ധഗ്രാഹികളുണ്ട്, ഗന്ധം അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ തുടങ്ങുന്നത് നമ്മുടെ കണ്ണ് വെച്ചിട്ടാണ്. കണ്ണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഈ സെൻസ് ഓർഗൻസിലാണ് ഗ്രാഹികൾ ഉണ്ടാവുക അല്ലേ. അപ്പോൾ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്? ആദ്യം കണ്ണൊരു കുഴിയിലാണ്, നേത്ര കോടരം അല്ലെങ്കിൽ ഐ സോക്കറ്റിലാണ്. പിന്നെ അതിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ബാഹ്യ കൺപേശികൾ അല്ലെങ്കിൽ എക്സ്റ്റേണൽ മസിൽസ് ഉണ്ട്, ഐ മസിൽസ് ഉണ്ട്. പിന്നെ നമ്മളുടെ പുരികം നമുക്ക് വരയ്ക്കാനോ ഒന്നല്ല, നമ്മുടെ കണ്ണിലേക്ക് പൊടികളൊന്നും വീഴാതെ സംരക്ഷിക്കാൻ. പിന്നെ നമ്മുടെ കൺപീലി അതുപോലെ തന്നെ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ തട്ടിക്കളയാൻ. പിന്നെ നമ്മുടെ കൺപോളകൾ ഒരു ഷട്ടറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളുടെ കണ്ണുനീരിൽ ലൈസോസൈം എന്ന് പറയുന്ന എൻസൈം അണുക്കളെയൊക്കെ നശിപ്പിക്കുന്നുണ്ട്, ഡസ്റ്റ് പാർട്ടിക്കിൾസിനൊക്കെ ഒഴുക്കി കളയും. പിന്നെ കൺജങ്ടൈവ നമ്മളുടെ കണ്ണിൽ എപ്പോഴും നനവുള്ളതാക്കുന്നുണ്ട്, മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളുടെ ഐയുടെ ഡയഗ്രാം. ഈ ഡയഗ്രാംസ് വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഡയഗ്രാംസിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെൻ്റെ മക്കളെല്ലാവരും കാണണം കേട്ടോ. ഇനി ഐ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഓരോ ഡയഗ്രത്തിൻ്റെ ഓരോ പാർട്ടും അതിൻ്റെ ഫങ്ഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഏറ്റവും പുറമേ നമ്മളുടെ സ്ക്ലീറയുണ്ട്, അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തിൽ നമ്മൾ കോർണിയ എന്ന് പറയും. നടുവിലായിട്ട് കൊറോയിഡ്, ഉള്ളിലായിട്ട് റെറ്റിനയിലാണ് പ്രകാശഗ്രാഹി കോശങ്ങൾ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഉള്ളത്. ആൻഡ് ഇവിടെ നമ്മളുടെ ഐറിസ് ഉണ്ട്, ഐറിസിൻ്റെ നടുവിലുള്ള ഓപ്പണിംഗ് ആണ് പ്യൂപ്പിൾ. ലെൻസ് ഉണ്ട്, ലെൻസിനെ പിടിച്ചു നിർത്താൻ ലിഗമെന്റ്സ് അല്ലെങ്കിൽ സ്നായുക്കൾ. ഇവിടെ സീലിയറി മസിൽസ്, നമ്മളുടെ വിട്രിയസ് ചേംബർ ആൻഡ് അക്വസ് ചേംബർ. ഇവിടെയുള്ള 2 ഫ്ലൂയിഡ്സിന് ഓർക്കണം കേട്ടോ. വിട്രിയസ് ചേംബറിൽ വിട്രിയസ് ഫ്ലൂയിഡ് ഒരു ജെല്ലി പോലത്തെ ഫ്ലൂയിഡാണ്. ആ ഫ്ലൂയിഡ് കണ്ണിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ആൻഡ് നമ്മളുടെ അക്വസ് ചേംബറിലാണെങ്കിൽ കണ്ണിൽ നിന്നുണ്ടായിട്ട് ഐയിൽ നിന്ന് നമ്മളുടെ എന്താ പറയുക, കണ്ണിൽ നിന്നല്ല ബ്ലഡിൽ നിന്നുണ്ടായിട്ട് ബ്ലഡിലേക്ക് തന്നെ തിരികെ അബ്സോർബ്ഡ് ആവുന്ന ഒരു ഫ്ലൂയിഡാണ് നമ്മൾ അക്വസ് ഫ്ലൂയിഡ്. നമ്മൾ ഐ ടിഷ്യൂസിൻ്റെ ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഫംഗ്ഷൻ. ഇനി ഇവിടെ നിന്നാണ് നമ്മളെ നേത്രനാഡി ഒപ്റ്റിക് നാവ് തുടങ്ങുന്നത്. നമ്മളുടെ ഫോട്ടോ റിസെപ്റ്റേഴ്സിൽ ഉണ്ടാവുന്ന പ്രകാശഗ്രാഹി കോശങ്ങൾ ഉണ്ടാവുന്ന ഇമ്പൾസസിനെ ബ്രെയിനിലേക്ക് കൊണ്ടുപോകുന്ന നാവാണ്. ഇവിടെയാണ് നമ്മളെ ബ്ലൈൻഡ് സ്പോട്ട്. ഇവിടെ ഒറ്റ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഒന്നും കാണില്ല. ഇതാണ് നമ്മളുടെ യെല്ലോ സ്പോട്ട് അല്ലെങ്കിൽ പീതബിന്ദു, ഏറ്റവും കൂടുതൽ വിഷ്വൽ ക്ലാരിറ്റി ഉള്ള സ്ഥലമാണ്. പിന്നെ നമ്മൾ പറഞ്ഞ വിട്രിയസ് ഹ്യൂമറും അക്വസ് ഹ്യൂമറും. പിന്നെ നമ്മളുടെ പ്യൂപ്പിൾ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയത്? പ്യൂപ്പിളാണ് നമ്മളുടെ കണ്ണിലേക്ക് വരുന്ന പ്രകാശത്തിനെ നിയന്ത്രിക്കുന്നത്. കുറേ വെളിച്ചമാണെങ്കിൽ പ്യൂപ്പിളിൻ്റെ സൈസ് കുറയ്ക്കും. ഭയങ്കര ഇൻറ്റൻസിറ്റി ഉള്ള ലൈറ്റാണെങ്കിൽ പ്യൂപ്പിളിൻ്റെ സൈസ് കുറയ്ക്കും, സോ ദാറ്റ് കുറേ വെളിച്ചം കയറില്ല. ഡിം ലൈറ്റിലാണെങ്കിൽ പ്യൂപ്പിളിൻ്റെ സൈസ് ഇതുപോലെ വലുതാകും, കുറേ ലൈറ്റ് കയറിയാലും പ്രശ്നമില്ലല്ലോ, അതിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഫോട്ടോ റിസെപ്റ്റേഴ്സാണ് കോൺ സെൽസും റോഡ് സെൽസും. കോൺ സെൽസിലുള്ള ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ അയഡോപ്സിൻ നമുക്ക് പ്രകാശം കാണാൻ ഡേ ലൈറ്റിൽ വിഷൻ തരുന്നു, കളർ വിഷൻ തരുന്നു. അതുപോലെ തന്നെ നമ്മളുടെ റോഡ് സെൽസ് ആണ്, റോഡോപ്സിൻ എന്ന് പറയുന്ന പിഗ്മെൻ്റ് ആണുള്ളത്. റോഡ് കോശത്തിൽ നമുക്ക് മങ്ങിയ വെളിച്ചത്തിൽ പ്രകാശം കാഴ്ച തരുന്നതാണ്. റോഡ് ഷേപ്പിലുള്ളത് റോഡും കോൺ ഷേപ്പിലുള്ളത് കോൺ സെല്ലും. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. അവരുടെ പിഗ്മെൻറ്റ്, അവരുടെ ഷേപ്പ് നമുക്ക് എന്ത് കാഴ്ചയാണ് തരുന്നത്. പിന്നെ നമ്മളുടെ പവർ ഓഫ് അക്കോമഡേഷൻ അല്ലെങ്കിൽ സമജ്ഞനക്ഷമത, അതായത് ദൂരെയുള്ള വസ്തുവിനെ അടുത്തുള്ള വസ്തുവിനെയും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? നമ്മളുടെ ലെൻസ് എന്ത് ചെയ്യാന്നുണ്ട്? അതിൻ്റെ ഷേപ്പിൽ, അതിൻ്റെ ആകൃതിയിൽ മാറ്റം വരുത്തിയിട്ട്, അതിൻ്റെ കാവേച്ചറിൽ മാറ്റം വരുത്തിയിട്ട് ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അടുത്തുനിന്ന് കാണുമ്പോൾ ലെൻസ് എന്ത് ചെയ്യും? ലെൻസ് ഇങ്ങനെ വീർത്തിരിക്കും, അപ്പോൾ സൈസ് ഇങ്ങനെ കാവേച്ചർ കൂട്ടിയിരിക്കും. ദൂരെയുള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ കാവേച്ചർ ഇങ്ങനെ കുറയ്ക്കും, തിന്നായിരിക്കും. ഇതെങ്ങനെയാണ് ലെൻസിന് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ സീലിയറി മസിൽസും ലിഗമെൻസും ആണ് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അടുത്തുനിന്ന് കാണുന്ന സമയത്ത് എന്താണ്? ലെൻസ് ഇങ്ങനെ വീർത്തിരിക്കും അല്ലേ. അപ്പോൾ നമ്മളുടെ ലിഗമെൻസ് റിലാക്സ് ചെയ്യുകയാണ് ആൻഡ് സീലിയറി മസിൽസ് ആണ് കോൺട്രാക്ട് ചെയ്യുന്നത്. നേരെ ഓപ്പോസിറ്റ് ആക്ഷനാണ്. നമ്മൾ ദൂരെ നിന്ന് കാണുന്ന സമയത്ത് നമ്മളുടെ ലിഗമെൻസ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ലെൻസ് ഇങ്ങനെ മെലിഞ്ഞിരിക്കും, സീലിയറി മസിൽസ് അപ്പോൾ റിലാക്സ് ചെയ്യണം. ആ ഓപ്പോസിറ്റ് ആക്ഷൻ നോക്കി വെക്കുക കേട്ടോ. അതിനെയാണ് നമ്മൾ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയാം. ഈ ദൂരത്തിനനുസരിച്ച്
നമുക്ക് കാഴ്ച കറക്റ്റായിട്ട് കിട്ടുന്നതിന്, കറക്റ്റായിട്ട് ഫോക്കസിങ് നടക്കുന്നതിന്. പിന്നെ കെമിസ്ട്രി ഓഫ് വിഷൻ, എങ്ങനെയാണ് നമ്മളുടെ ഇമ്പൾസസ് ഉണ്ടാവുന്നത്. ലൈറ്റ് ഫോട്ടോ റിസെപ്റ്റേഴ്സിൽ വീഴുന്ന സമയത്ത് ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ നമ്മൾ അയഡോപ്സിൻ എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ആകും. അതായത് അതിന് ഓപ്സിൻ എന്ന് പറയുന്ന പ്രോട്ടീനും റെറ്റിനാൽ എന്ന് പറയുന്ന ഒരാളുമായിട്ട് മാറും. ആ സ്പ്ലിറ്റ് ഉണ്ടാകുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, ഇമ്പൾസസ് ഉണ്ടാവുന്നത്. ഈ ഇമ്പൾസസിനാണ് ആര് കൊണ്ടുപോകുന്നത്, നമ്മളുടെ ഒപ്റ്റിക് നെർവ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ലൈറ്റ് വരുന്നു, പ്രകാശം കോർണിയയിൽ തട്ടുന്നു, അക്വസ് ഹ്യൂമർ, നമ്മളുടെ പ്യൂപ്പിള്, ലെൻസ്, വിട്രിയസ് ഹ്യൂമർ, നമ്മളുടെ ഫോട്ടോ റിസെപ്റ്റേഴ്സ്, ഇമ്പൾസസ്, ഒപ്റ്റിക് നെർവ് നമ്മളുടെ സെറിബ്രത്തിലെത്തിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, വിഷൻ കിട്ടി. ആൻഡ് നമ്മളുടെ ഐ ഡിസീസസ് ഈ പിക്ചർ കാണുമ്പോൾ തന്നെ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ടാകും. നമ്മൾ റോഡ് സെൽസിന് ഡാമേജ് ഉണ്ടാകുന്നത് മൂലം, നമ്മളുടെ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണം നമ്മളെ റോഡ് സെൽസ് എന്താണ്, റോഡ് സെൽസിലുള്ള റൊഡോപ്സിൻ്റെ റീസിന്തസിസ് നടക്കില്ല. അപ്പോൾ ഡിം ലൈറ്റിൽ വിഷൻ കിട്ടാത്ത അവസ്ഥയാണ് നമ്മളുടെ നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ നിശാന്തത. പിന്നെ ഈ ഒരു വൈറ്റമിൻ എ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊലോങ്ഡ് ആയിട്ട് ഡെഫിഷ്യൻ്റ് ആയിക്കഴിഞ്ഞാൽ കോർണിയൊക്കെ ഡ്രൈ ആവാൻ തുടങ്ങും, നമ്മളുടെ കോർണിയ ഒപ്പേക്ക് ആകും. അപ്പോൾ ഉണ്ടാവുന്നതാണ് സിറോഫ്താൽമിയ, കോർണിയ ഒപ്പേക്ക് ആവുന്നതാണ്. കോൺ സെൽസിന് ഡാമേജ് വന്നാൽ കളർ ബ്ലൈൻഡ്നെസ്, കളേഴ്സ് തിരിച്ചറിയാൻ പറ്റില്ല. നമ്മൾ അക്വസ് ഹ്യൂമറിൻ്റെ പുനരാകിരണം അല്ലെങ്കിൽ അക്വസ് ദ്രവത്തിൻ്റെ പുനരാകിരണം നടന്നിട്ടില്ലെങ്കിൽ അത് അവിടെ കെട്ടിക്കിടന്ന് പ്രഷർ കൂടിയിട്ട് ഗ്ലോക്കോമ ഉണ്ടാവും. നമുക്ക് ലേസർ ട്രീറ്റ്മെൻറ്റിലൂടെ പരിഹരിക്കാം. വയസ്സാവുമ്പോൾ ഉണ്ടാവുന്നതാണ് നമ്മളുടെ കിറ്ററാക്ട് അല്ലെങ്കിൽ തിമിരം. നമ്മളുടെ ലെൻസ് എന്താവാണ്, ഒപ്പേക്ക് ആവാണ്, അതാര്യമാവാണ്. നമുക്ക് ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. കൺജങ്ക്റ്റിവൈറ്റിസ് ചെങ്കണ്ണാണ്, നമുക്ക് ഇൻഫെക്ഷൻ കൊണ്ട് ഉണ്ടാകുന്നതാണ്. പേഴ്സണൽ ഹൈജീൻ പാലിച്ച് വീട്ടിലിരുന്നാൽ ശരിയാവും. പിന്നെ നമ്മളുടെ ചെവിക്ക് പിന്നെ ചെവിക്കൂട, പിന്നെ നമ്മളുടെ കർണ്ണനാളം, ഓഡിറ്ററി കനാൽ, പിന്നെ നമ്മളുടെ കർണ്ണപടം, വൈബ്രേഷൻസ് ഉണ്ടാവുകയാണ് സൗണ്ട് വേവ്സിനനുസരിച്ച്. ഇയർ ഓസിക്കിൾസ്, മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പസ്, അസ്ഥി ശൃംഖല അതെന്ത് ചെയ്യും, ഇന്റേണൽ ഇയറിലേക്ക് ഇമ്പൾസസിനെ കൊടുക്കും. അങ്ങനെ കോക്ലിയയിലുള്ള രോമകോശങ്ങൾ, ഹെയർ സെൽസ് സ്റ്റിമുലേറ്റഡ് ആകുമ്പോൾ ഇമ്പൾസസിന് ആര് കൊണ്ടുപോവാണ്, നമ്മൾ ഓഡിറ്ററി നെർവ് അല്ലെങ്കിൽ ശ്രവണ നാഡി സെറിബ്രത്തിൽ എത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കേൾവി എന്ന് പറയുന്ന സംഭവം കിട്ടും. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, എക്സാമിന് ചോദിക്കുന്നതാണ്. ഓവൽ വിൻഡോയും റൗണ്ട് വിൻഡോയും. ഓവൽ വിൻഡോ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ സ്റ്റേപ്പസിലൂടെ ഈ ഒരു കമ്പനങ്ങളെ ഉള്ളിലേക്ക് എത്തിക്കുക, ആന്തരകർണകത്തിൽ എത്തിക്കുന്നത് ഓവൽ വിൻഡോ ആണ്. റൗണ്ട് വിൻഡോ എന്താ ചെയ്യുന്നത്, മൂവ്മെൻറ്റ് ഓഫ് ഫ്ലൂയിഡ്, കോക്ലിയൻ്റെ ഉള്ളിലുള്ള ആ ഫ്ലൂയിഡ് മൂവ്മെൻറ്റിനെ സഹായിക്കുന്നതാണ്. പിന്നെ നമ്മളുടെ എന്താണ് ഓർഗൻ ഓഫ് കോട്ടി, നമ്മളുടെ കോക്ലിയൻ്റെ ഉള്ളിലുള്ള ആ ഒരു ബേസ്മെൻറ്റ് മെംബ്രെയിനും അതിൻ്റെ മുകളിലുള്ള ഹെയർ സെൽസുമാണ് നമ്മളുടെ ഓഡിറ്ററി റിസെപ്റ്റേഴ്സ് അല്ലെ, ശബ്ദഗ്രാഹികൾ. ഇതിനെയാണ് നമ്മൾ ഓർഗൻ ഓഫ് കോട്ടി എന്ന് പറയുന്നത്. ഹിയറിങ്ങിനെ സഹായിക്കുന്നത് ഇവരാണ്. ഈ ഫ്ലോ ചാർട്ട് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്, ഇത് എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ആ ഒരു ചെവിയുടെ ഡയഗ്രം എൻ്റെ മക്കളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് പിന്നെ ആലോചിക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മളുടെ എങ്ങനെയാണ് ബോഡി ബാലൻസ്, നമ്മുടെ തല അനങ്ങുന്നതിനനുസരിച്ചാണ് ബോഡി ബാലൻസ് നടക്കുക. തല നമ്മളിങ്ങനെ അനങ്ങുമ്പോൾ നമ്മളുടെ വെസ്റ്റിബ്യൂളിലും സെമി സർക്കുലർ കനാലിലും, വെസ്റ്റിബ്യൂളിലും അർദ്ധവൃത്താകാര കുഴലുകളിലുള്ള ഇൻഡോലിംഫ് മൂവ് ചെയ്യും. അവിടുത്തെ രോമകോശങ്ങൾ സ്റ്റിമുലേറ്റഡ് ആവും, ഉദ്ദീപിപ്പിക്കപ്പെടും. ഇമ്പൾസസ്, ആവേഗങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമ്മളെ വെസ്റ്റിബുലാർ നാഡി, വെസ്റ്റിബുലാർ നെർവ് സെറിബെല്ലത്തിൽ എത്തിക്കുമ്പോഴാണ് ശരീരത്തുലന നില പാലിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് നമുക്ക് ടേസ്റ്റ് കിട്ടുന്നത്, നമ്മളുടെ രുചിക്ക് കാരണമായിട്ടുള്ള ഗ്രന്ഥികൾ നമ്മളുടെ സെലൈവയിൽ ഡിസോൾവ് ചെയ്യും. സെലൈവ ഉമിനീരിൽ ലയിച്ചിട്ട് നമ്മളുടെ ടേസ്റ്റ് ബഡിനെ, അതായത് നമ്മളുടെ എന്താ പറയുക, രുചിമുകുളങ്ങളെ ഉദ്ദീപിപ്പിക്കും. അതിനുള്ളിലുള്ള കീമോ റിസെപ്റ്റേഴ്സ്, രാസഗ്രാഹികൾ അതിനെ ആവേഗങ്ങളാക്കി മാറ്റും. അതിന് നമ്മളെ ബ്രെയിനിലെത്തിക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് കിട്ടും. അതേപോലെ തന്നെയാണ് നമുക്ക് സ്മെല്ലിന് കാരണമായിട്ടുള്ള ഗന്ധകണികകൾ മൂക്കിനുള്ളിലുള്ള ശ്ലേഷ്മത്തിൽ ലയിച്ചിട്ട് അവിടെയുള്ള റിസെപ്റ്റേഴ്സ്, ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ്, ഗന്ധഗ്രാഹികളെ ഉദ്ദീപിപ്പിക്കും. അവർ ഇമ്പൾസസ് ഉണ്ടാക്കും. ആ ആവേഗങ്ങളെ നമ്മളുടെ ഓൾഫാക്ടറി നെർവ് നമ്മളുടെ ബ്രെയിനിൽ എത്തിക്കുമ്പോൾ നമുക്ക് സ്മെല്ല് കിട്ടും. പിന്നെ നമ്മളെ ലാസ്റ്റ് പാർട്ട്, അത് മറ്റുള്ള എന്താ പറയുക, ജീവികളിലുള്ള സെൻസ് ഓർഗൻസ്. ഇത് നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വൺ വേർഡിനൊക്കെയാണ് ചോദിക്കുക. പ്ലനേറിയൽ ആണെങ്കിൽ നമുക്ക് ഐ സ്പോട്ടാണുള്ളത്, പ്ലനേറിയൽ ആണെങ്കിൽ ഐ സ്പോട്ടാണ്. ആൻഡ് നമ്മളുടെ ഷഡ്പദം അല്ലെങ്കിൽ ഇൻസെക്റ്റിലാണെങ്കിൽ ഒമാറ്റീരിയ. ആൻഡ് നമ്മളുടെ സ്രാവ് അല്ലെങ്കിൽ ഷാർക്കിൽ ഗന്ധഗ്രാഹി അല്ലെങ്കിൽ ഓൾഫാക്ടറി റിസെപ്റ്റർ. അതേപോലെ തന്നെ അവർക്ക് എന്തുണ്ട്, പാർശ്വവരയുണ്ട്, സൈഡിൽ ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് പാർശ്വവര അല്ലെങ്കിൽ ലാറ്ററൽ ലൈൻ ഉണ്ട്. സ്നേക്കിലാണെങ്കിൽ സ്മെല്ല് അറിയാൻ വേണ്ടിയിട്ട് ദേ ഹാവ് ജേക്കബ് സെൻസ് ഓർഗൻ. ഇത്രയേ ഉള്ളൂ നമ്മളെ വിൻഡോസ് ഓഫ് നോളജ് അല്ലെങ്കിൽ അറിവിൻ്റെ വാതായനങ്ങളിൽ എൻ്റെ മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്യാൻ പറ്റി. എന്തൊക്കെയാണ്, എന്തെങ്കിലും വിട്ടുപോയെങ്കിൽ അത് നോട്ട് ചെയ്യാൻ പറ്റിയെന്ന് വെച്ച് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ.